സന്ധ്യ ആയ പിന്നെ കൊതു തന്നെ. നിങ്ങളെ കടിക്കുന്നില്ലേ? ഓ, രണ്ടാളും കുളിച്ച് നല്ല സുന്ദരനും സുന്ദരിയല്ലായി ഇരിക്കലായി. അമ്മ ഒരു ഉള്ളി തരുമോ അമ്മേ? നീ അതിന്റെ ഉള്ളിൽ പോയി എടുത്തോ. നാളെ മീൻ മേടിക്കാൻ പോയിട്ടുണ്ട്. ഇനി വിളിച്ചു പറഞ്ഞാ ഇപ്പൊ എനിക്ക് ചീത്ത കിട്ടും. നേരത്തെ പറയാനുണ്ട്. അമ്മ എടുത്തി വന്നിട്ടല്ലേ? സന്ധ്യ ആവാനായില്ല. മുത്തപ്പൻ തിരുവപ്പെല്ലാം കഴിയാൻ വൈകിട്ടുണ്ടാവും. ഇതൊരു ഉള്ളിയും 2-3 പച്ചമുളക് കൊടുത്തിട്ടുണ്ടേ. അമ്മ വരാം. വേണ്ട കറിവേപ്പിലയും പറ്റിട്ട് ഞാൻ അതേ വരാൻ കഴിയും. അച്ഛനെന്നേ പറഞ്ഞ് മേലെന്ന് പറിക്കണം, താഴെ നിന്നോട്ട്. മേലെ എത്തുന്നു ഇപ്പോൾ. ഇന്നെന്നാ മെനക്കായിട്ട് പണിയറിയാ. ഏട്ടന് എത്തിക്കും നാരങ്ങ വെള്ളാക്കി കുടിക്കല്. ആ പഞ്ചസാരയും കഴിച്ചു, ആ കൊണ്ടുവന്ന നാരങ്ങ തേച്ചും കഴിച്ചു. നല്ല സാധനങ്ങൾ തന്നെ രണ്ടും. എന്റെ ഈശ്വരാന്റെ വഴുതിനെല്ലാം ഉണങ്ങിപ്പോയിതാ. വാട്ടം പിടിച്ചെന്നാണോ അപ്പൊ ഇത്? അയ്യോ, ഇതിന്റെ ഉള്ളിൽ പുഴുണ്ട് കേട്ടാ. ഓ, എത്തിട്ട മോള് ആളെത്തിട്ട പോയിട്ടുണ്ട്. പണിയായി. കസ്തൂരി എന്റെ കസ്തൂരി അഴകും സുന്ദരി പൂച്ചെന്ന് അന്യ നോക്കി നിൽക്കുന്ന വെയിലത്തി ഉണങ്ങി പോയണേ. നല്ലോണം പൂവെല്ലാം വന്നതാണ്. ഇതാ ഇനിതാ ഒരു പുഴു നോക്കറ. ഇതാ ഇതാ വേണ്ടിതാ പൂവെല്ലാം പിടിക്കാൻ തുടങ്ങിയല്ലേ? ഒരു രക്ഷയുമില്ല. അതിന് കുറച്ച് പോയാലും കഷായം തളിച്ചു കൊടുക്ക്. ഇതാ തോന്ന മീനാണേ. 150 റുപ്യ മീനാ കേട്ടോ. 4 സന്ധ്യ ആവാനായി. മീന്റെ വെള്ളം ഒഴിച്ച് ഞാൻ മീന്റെ വെള്ളം കഴിക്കുന്നതിനല്ലോ. തക്കാളിയിൽ വേഗം പിടിക്കും. ഇതാ നോക്കറാ. അതാ ചുരുട്ടി വെച്ചിട്ട് നോക്കറ. അതിന്റെ ഉള്ളിലെല്ലാം ഉണ്ട് പുഴു. അമ്മേ, കടലാസ് വീണുപോയി. അയ്യോ, 4 4 എനിക്ക് ഈ ചോന്ന മീൻ കൊണ്ടുവരുന്നത് അത്ര ഇഷ്ടല്ല കേട്ടാ. ഇത് ഭയങ്കര പണിയാണ് കുടിക്കാൻ. പുയ്യാപ്പിള അശ്വിനെ കൊണ്ട് വെറും ചൊറയാണ്. പെണ്ണിതേ കൂട്ടുള്ളൂ. ഞങ്ങക്ക് പുയ്യാപ്പിള ചെമ്മീൻ അങ്ങനത്തെ അല്ലേ കൂട്ടുള്ളൂ പെണ്ണ്. അങ്ങനെ നമ്മുടെ മീനെല്ലാം നല്ല വൃത്തി ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചെറിയ ഉള്ളിയുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുടെ വെച്ചിനി. അങ്ങനെ ചട്ടി വെച്ച് കൊടുക്കുക. ആദ്യം ചട്ടി ചൂടാവട്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരട്ട്. ഇനി നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പാണ്. അടുത്ത കുറച്ച് ഇഞ്ചി കഷ്ണ, പച്ചമുളക് 2-3 അരിഞ്ഞത്. അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് വെക്കുന്നുണ്ട്. ഇത് ഇച്ചിരി മല്ലിപ്പൊടിയെ. ഇതിലേക്ക് കുറച്ച് പുളിവെള്ള, വാളംപുളി വെള്ളമാണ്. തക്കാളിയുടെ പുളിയും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല കിടന്നിട്ട് ഇതൊന്ന് വേവട്ടെ. അപ്പോൾ ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ മീനിൻ്റെ കഷ്ണമെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അല്ലേ?
ഇനി അരപ്പ് ചേർക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചതേ, തേങ്ങയും ജീരകവും ജീരകം അരച്ചിനെയാ. അപ്പോൾ തേങ്ങയും ജീരകം അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ. ചില സ്ഥലത്തൊന്നും ഈ അരപ്പിൽ തേങ്ങ അരപ്പിൽ ജീരകം ചേർക്കൂല, തേങ്ങ മാത്രമേ ചേർക്കൂലൂ. മീൻ വെക്കുമ്പോൾ നമ്മൾ ചേർക്കലുണ്ട്, തേങ്ങ അരച്ച് കൂട്ടുന്നതാണെങ്കിൽ ചേർക്കും. അപ്പം നമ്മുടെ അരപ്പും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. എന്നോട് കുറേ ആള് പറഞ്ഞിട്ടുണ്ട് എന്തിനാ മീനില് ജീരകം ചേർക്കുന്നത്. ഒരാളെ രുചി പോലെ ചേർക്കാം. എന്തിനാണ് മീനില് ജീരകം ചേർക്കുന്നത്, ഒരു സോനേച്ച്. ഓരോ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താല്ലേ. അപ്പം നമ്മുടെ കറിയിൽ ഉപ്പ് കുറവാണ്, കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട് അല്ലേ? ഇതിനി വാങ്ങി വെക്കാം. ഇനി കറിയിലേക്കൊന്ന് കാച്ചി വയ്ക്കാനുണ്ട്. നമ്മുടെ ഉള്ളി കറിവേപ്പില അല്ലേ? അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി ഇട്ടിറക്കുക. ചെറിയ ഉള്ളിയാണ്. കുറച്ച് കറിവേപ്പില ആയാ. ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുക. ഓക്കെ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അല്ലേ? ചുവന്ന മീൻ കറി. എന്താ സ്മെല്ല്? ഒന്ന് അടച്ചു കൊടുത്തേ, കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അങ്ങനെ ഇന്നത്തെ അത്താഴം കഴിക്കലായേ. അപ്പം നമ്മുടെ കറി ഇന്നത്തെ സ്പെഷ്യൽ ഒരു 2 കഷ്ണം തലയാവട്ടെ മതി. കുറച്ച് ചാറ് മതി 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 കഷ്ണം മതി. ഓക്കെ. അതേ ചാറ് നമ്മുടെ ചോറിലേക്ക് നല്ല ചൂട്. നോക്കട്ടെ. കറി നല്ല കറിയാണ് കേട്ടോ. പപ്പടം മീൻ കറി. ഇതിന് തലയാണ്. നമ്മുടെ കഴിക്കട്ടെ. ഓക്കെ.